ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായമാണ്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ സമ്മറി ആണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1ഉം 2ഉം ശ്ലോകങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവിടെ സഞ്ജയനോട് ധൃതരാഷ്ട്രർ തൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഞ്ജയൻ പറയുന്ന മറുപടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ, ദുര്യോധനൻ ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. അപ്പോൾ എന്താണ് ആചാര്യനോട് ദുര്യോധനൻ പറയുന്നത് എന്നാണ് ഇനി മുതലുള്ള ശ്ലോകങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ശ്ലോകം 1ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം വായിക്കാം. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹദീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിക്ഷേണ ധീമതാ. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നത് ദുര്യോധനന്റെ നയതന്ത്രത്തെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ദുര്യോധനൻ ആദ്യം പോകുന്നത് എന്ന് അല്ലേ. ബ്രാഹ്മണരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ബ്രാഹ്മണരെ ബഹുമാനിക്കുവാൻ വേണ്ടിയിട്ടാണ് ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ദുര്യോധനൻ ആദ്യമായിട്ട് ചെല്ലുന്നത്. ഇപ്പോൾ ഭീഷ്മാചാര്യർ അവിടെ നിൽപ്പുണ്ട് അല്ലേ. ഇപ്പോൾ ഭീഷ്മാചാര്യർ ദ്രോണാചാര്യരെക്കാളും ദുര്യോധനന് വേണ്ടപ്പെട്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ പിതാമഹനാണ്. പക്ഷെ എന്നിരുന്നാലും ദ്രോണാചാര്യരുടെ അടുത്തേക്കാണ് ദുര്യോധനൻ ആദ്യമായിട്ട് പോകുന്നത്. അത് ബ്രാഹ്മണരോടുള്ള ബഹുമാനം കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ദുര്യോധനൻ തൻ്റെ നയതന്ത്രം പുറത്തെടുക്കുകയാണ് അല്ലേ. കാരണം നമുക്കറിയാം ഇവിടെ സഞ്ജയൻ ദുര്യോധനനെ രാജ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് രാജ എന്ന് സംബോധന ചെയ്യുന്നത്. കാരണം ദുര്യോധനൻ രാജാവല്ല, നമുക്കറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ധൃതരാഷ്ട്രരാണ് രാജാവ്. എന്നിരുന്നാലും സഞ്ജയൻ ദുര്യോധനനെ രാജാവ് എന്നാണ് സംബോധന ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്നാൽ പ്രഭുപാദ പറയുന്നത് കാരണം ദുര്യോധനനേക്കാൾ നല്ല പോലെ രാജനീതി വശമുള്ള ആളുകൾ ആ രാജ്യസഭയിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് അത്രയ്ക്കും രാജനീതി വശമുള്ള ആളെന്ന നിലയ്ക്ക് രാജ എന്ന് ദുര്യോധനനെ സംബോധന ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം രാജാവിൻ്റെ നയചാതുര്യം അല്ലെങ്കിൽ നയതന്ത്രം പാഠവും ഒക്കെ നമുക്ക് അറിവുള്ളതാണ് അല്ലേ. നമ്മൾ പ്രമുഖരായിട്ടുള്ള പല രാജാക്കന്മാരെയും ഭാഗവത്തിൽ കണ്ടിട്ടുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ്, അതുപോലെ പരീക്ഷിത്ത് മഹാരാജാവ്, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നയതന്ത്രത്തിൽ മിടുക്കനായിട്ടുള്ള നിപുണനായിട്ടുള്ള ഒരാളായിരുന്നു ദുര്യോധനൻ. അപ്പോൾ തൻ്റെ ആ നൈപുണ്യം ഇവിടെ ദുര്യോധനൻ കാഴ്ചവെക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവ്വസൈന്യാധിപനും മഹാബ്രാഹ്മണനുമാണ് ദ്രോണാചാര്യർ. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. അതിലൂടെ അദ്ദേഹത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു വീര്യത്തെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെ. അദ്ദേഹം വളരെ സമർത്ഥനായിട്ടുള്ള ഒരു പോരാളിയാണ് ഈ ദ്രോണാചാര്യര്, ഇവരുടെ ഗുരു കൂടിയാണ്. പക്ഷെ എന്നിരുന്നാലും പാണ്ഡവരോടുള്ള മമത മൂലം അദ്ദേഹം തൻ്റെ ആ വീര്യത്തെ പുറത്തെടുക്കാതെ അടക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ദുര്യോധനന് ഗുണം ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറ്റങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഒന്ന് ഉണർത്താനുള്ള ശ്രമമാണ് ഇവിടെ ദുര്യോധനൻ നടത്തുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ ഇങ്ങനെ പറയുന്നത്? അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായിട്ടുള്ള ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ എന്നാണ് ദുര്യോധനൻ ചോദിക്കുന്നത് അല്ലെ. ദൃഷ്ടദ്യുമ്നൻ എന്നാണ് ദ്രുപദപുത്രന്റെ പേര്. മനഃപൂർവ്വം ആ പേര് ഉച്ചരിക്കാതെ ദ്രുപദപുത്രൻ എന്നാണ് ദുര്യോധനൻ സംബോധന ചെയ്യുന്നത്. അതും എന്തിനാണ്? ദ്രോണാചാര്യരെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിന്റെ പിന്നില് ഒരു കഥയുണ്ട്. കാരണം ദ്രോണാചാര്യരും ദ്രുപദ രാജാവും ഒരുമിച്ചാണ് ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോൾ ദ്രോണാചാര്യര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കി. എന്നെങ്കിലും ദ്രുപദൻ രാജാവാകുമെങ്കിൽ ഒരു രാജ്യത്തിന്റെ പകുതി ദ്രോണാചാര്യർക്ക് നൽകാമെന്നൊരു കരാറുണ്ടായിരുന്നു ഇവർക്ക് തമ്മിൽ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞു, ദ്രുപദൻ രാജാവായി. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ വാഗ്ദാനത്തെ പറ്റിയിട്ട് മറന്നുപോയി. പക്ഷേ ദ്രോണാചാര്യര് ഓരോ നിമിഷവും ദാരിദ്ര്യത്തിന്റെ കയ്പ് അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ദ്രുപദൻ എന്നെങ്കിലും തനിക്ക് പകുതി രാജ്യം നൽകും, അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ സഹികെട്ട് അല്ലെ കാത്തിരുന്ന് ക്ഷമ നശിച്ച് അദ്ദേഹം ഒരിക്കലും ദ്രുപദനെ കാണാനായിട്ട് ചെല്ലാണ്. പക്ഷെ അദ്ദേഹത്തിനെ അപമാനിച്ച് തിരിച്ചയക്കുകയാണ് ദ്രുപദ രാജാവ് ചെയ്തത്. അപ്പോൾ ദ്രോണാചാര്യർക്ക് ദ്രുപദനോട് പക തോന്നുകയും അവർ തമ്മിൽ പോരടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പാണ്ഡവരെയാണ് ദ്രോണാചാര്യര് തൻ്റെ എന്താ പറയുക ഗുരുകുല വിദ്യാഭ്യാസം അവസാനിച്ചു കഴിഞ്ഞ സമയത്ത് അല്ലേ ഗുരുദക്ഷിണയായിട്ട് ദ്രുപദനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഈ അർജുനനും മറ്റുള്ളവരും ചേർന്നിട്ട് ദ്രുപദ രാജാവിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരും. അപ്പോൾ പിടിച്ചു കെട്ടിയിട്ട് ദ്രോണാചാര്യനെ മുന്നാകെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഈ ദ്രുപദ രാജാവിനെ പരിഹസിച്ചിട്ട് മടക്കി അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ വളരെയധികം നാണക്കേടും മനോവിഷമവും എല്ലാം തോന്നിയിട്ട് ദ്രുപദ രാജാവ് ഒരു ശപഥം ചെയ്യാണ് ദ്രോണാചാര്യരോട് പകരം ചോദിക്കാൻ അല്ലേ. ആ സമയത്ത് ദ്രുപദ രാജാവിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തനിക്കൊരു പുത്രൻ വേണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയും അതിനു വേണ്ടിയിട്ട് മഹത്തായ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാൻ സംപ്രീതനാവുകയും ആ യജ്ഞത്തിന്റെ ഒടുവിൽ യജ്ഞകുണ്ടത്തിൽ നിന്നാണ് ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് 2 മക്കളെ ലഭിച്ചു. അപ്പോൾ ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹം ഈ ആയോധന കലകൾ അഭ്യസിക്കുവാനായിട്ട് അയച്ചത് എവിടെയാണ്? ദ്രോണാചാര്യരുടെ അടുത്തേക്കാണ് അല്ലേ. അപ്പൊ ദ്രോണാചാര്യർക്ക് അറിയാം ഈ പുത്രൻ എന്നെ അല്ലെ ദ്രുപദപുത്രൻ എന്നെ വധിക്കാനായിട്ടാണ് ജന്മം എടുത്തിരിക്കുന്നത് എന്ന് ദ്രോണാചാര്യർക്ക് നല്ല പോലെ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഒരു ബ്രാഹ്മണന്റെ സവിശേഷതയാണ് അല്ലെ ലാളിത്യം എന്നാണ് പ്രഭുപാദ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് തനിക്ക് നാശം വരുമെന്ന് അറിഞ്ഞിട്ടും തനിക്ക് കൈവശമുള്ളതെല്ലാം ഇനി ഒരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ലാളിത്യം എന്ന് പ്രഭുപാദ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മണരുടെ
സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് പ്രഭുപാദ പറയുന്നുണ്ട്, ലാളിത്യം എന്ന് പറഞ്ഞാൽ തനിക്ക് അപകടമാണ് എന്ന് മനസ്സിലാക്കിയാലും തനിക്ക് കൈവശമുള്ള എല്ലാം മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുക്കുന്ന ആളാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ ആ ദ്രോണാചാര്യരുടെ മഹത്തായ ഒരു മനസ്സിന് അദ്ദേഹം ദ്രുപദപുത്രന് എല്ലാ കഴിവുകളും പകർന്നു കൊടുക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ആയോധന വിദ്യകളൊക്കെ അഭ്യസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൻ ഒരിക്കൽ എൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് ദ്രോണാചാര്യർക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ആ ബ്രാഹ്മണന്റെ ക്വാളിറ്റീസാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദ്രോണാചാര്യരുടെ കീഴിലാണ് ദൃഷ്ടദ്യുമ്നൻ എല്ലാ കഴിവുകളും വശത്താക്കിയത്. ആയോധന കലകളും യുദ്ധതന്ത്രങ്ങളും എല്ലാം വശത്താക്കിയത് ദ്രോണാചാര്യരുടെ കീഴിൽ നിന്നാണ്. അപ്പൊ അത് ദുര്യോധനന് നല്ല പോലെ അറിയാം അല്ലേ. അപ്പൊ എന്തിനാണ് ദൃഷ്ടദ്യുമ്നൻ ഈ സൈന്യത്തെ കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ദ്രോണാചാര്യരെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ദുര്യോധനൻ നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് ആ കഴിഞ്ഞുപോയ കഥകളൊക്കെ ഒന്നുകൂടി ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുകയും അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വീര്യരസത്തെ ഉണർത്തുവാനും വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ഇപ്രകാരം ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ എന്ന് ദ്രോണാചാര്യരോട് ചോദിക്കുന്നത്. അപ്പൊ ഇതിലൂടെ തന്നെ നമുക്ക് ദുര്യോധനന്റെ നയതന്ത്ര പാഠവും എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാകും. അപ്പോൾ ഈ രാഷ്ട്രീയ വൈര്യത്തെ ഇപ്പോൾ ദുര്യോധനൻ ഇവിടെ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് അല്ലേ. അങ്ങനെ ദ്രോണാചാര്യർ ഉണർന്ന് പ്രവർത്തിച്ചാൽ അത് തനിക്ക് പ്രയോജനകരമാകും എന്ന് ദുര്യോധനന് നല്ല പോലെ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തില് ദ്രോണാചാര്യരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദൃഷ്ടദ്യുമ്നൻ അർജുനനെയും പാണ്ഡവരെയും സഹായിക്കുവാനായിട്ടാണ് ഈ നിലകൊണ്ടിരിക്കുന്നത് അല്ലെ. അദ്ദേഹം സൈന്യാധിപനായിട്ടാണ് ദൃഷ്ടദ്യുമ്നൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ എല്ലാ കഴിവുകളും അദ്ദേഹം പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ദ്രോണാചാര്യർ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ജാഗരൂകമായിട്ടിരുന്ന് പോരാടണം എന്നാണ് ദുര്യോധനൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്റെ തെറ്റ് അദ്ദേഹം ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അർജുനനും അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ശിഷ്യനാണ് അല്ലേ. അപ്പോൾ അർജുനനോടും അദ്ദേഹത്തിനൊരു ചായ്വുണ്ട്. പോരാത്തതിന് ദൃഷ്ടദ്യുമ്നൻ ഇവിടെ സൈന്യവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളും അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ച് ഒന്ന് ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ഇത്തരത്തില് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ദയാദാക്ഷിണ്യവും അവരോട് കാണിക്കരുത് അല്ലേ. അത് നമ്മളുടെ പരാജയത്തിൽ അവസാനിക്കൂ എന്ന് പറയാതെ പറയുകയാണ് ദുര്യോധനൻ ഈ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ദ്രോണാചാര്യരോട് പറയുന്നതിലൂടെ. അടുത്ത ശ്ലോകം. അത്ര ശൂരാ മഹേശ്വാസ്വാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. വിവർത്തനം. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് സൈന്യത്തിലുള്ള മഹാരഥന്മാരെയൊക്കെ ദുര്യോധനൻ എടുത്തെടുത്ത് ദ്രോണാചാര്യരോട് പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ യുയുധാനനും വിരാടനും ദ്രുപദനും ഒക്കെ വില്ലാളി വീരന്മാരാണ്. അവരെല്ലാവരും പാണ്ഡവരെ സഹായിക്കാനായിട്ട് മറുപക്ഷത്തുണ്ട് എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പറഞ്ഞു നൽകുകയാണ്. ഇതെല്ലാം ദ്രോണാചാര്യർക്ക് അറിവുള്ള കാര്യങ്ങളാണ്. പക്ഷേ ദുര്യോധനൻ അതിലൂടെ തൻ്റെ നയതന്ത്ര പാഠവുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആയോധന കലയിലെ ദ്രോണാചാര്യർക്കുള്ള പാഠവം ഓർക്കുമ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഒരിക്കലും ഒരു എതിരാളിയല്ല. എന്നിരുന്നാലും ദുര്യോധനൻ ദ്രോണാചാര്യരെ ഇതിലൂടെ പലതും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായിട്ട് പലരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നോക്കിക്കാണുകയും അവരുടെയൊക്കെ ഒരു പേരെടുത്തു പറഞ്ഞുകൊണ്ട് ദ്രോണാചാര്യരെ ഉണർത്തുകയുമാണ് ദുര്യോധനൻ ചെയ്യുന്നത്. ശ്ലോകം 5. ദൃഷ്ടകേതൂച്ഛേകിതാന കാശീരാജസ്യ വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. വിവർത്തനം. ദൃഷ്ടകേതു, ചേക്കിതാനൻ, കാശിരാജാവ്, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്ന വീരന്മാരെ കുറിച്ചിട്ട് ദുര്യോധനൻ വിശദീകരിക്കുകയാണ് ദ്രോണാചാര്യർക്ക്. ശ്ലോകം 6.
യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥഃ. വിവർത്തനം. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. അപ്പോൾ കൂടുതൽ ആളുകളെ ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തുകയാണ്. യുധാമന്യുണ്ട്, ബലവാനായ ഉത്തമൗജസ് ഉണ്ട്, സുഭദ്രാപുത്രനായ അഭിമന്യുണ്ട്, ദ്രൗപദിയുടെ മക്കളുണ്ട്. ഇവരെല്ലാവരെയും യുദ്ധത്തിനൊരുങ്ങി വന്നിരിക്കുകയാണ്. ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേ താന്യബോധദിജോത്തമാ നായക മമ സൈന്യസ്യ സംജാർത്ഥം താൻ ബ്രവീമിതേ. വിവർത്തനം. ബ്രാഹ്മണോത്തമ, എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഇനി ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. അപ്പോൾ പാണ്ഡവരുടെ സൈന്യത്തെ പറ്റിയിട്ട് വിശദീകരിച്ച് കഴിഞ്ഞ് ഇവിടെ ദുര്യോധനൻ തൻ്റെ സൈന്യത്തിൽ എത്ര പേര് മഹാരഥന്മാരുണ്ട് എന്ന് പറയുകയാണ്. ശ്ലോകം 8. അപ്പോൾ ഇവിടെയൊന്നും അധികം ഫിലോസഫി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേഗം പോകുന്നത് കേട്ടോ. ശ്ലോകം 8. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. വിവർത്തനം. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട്. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ് അല്ലേ, എല്ലാ യുദ്ധത്തിലും സദാ വിജയം കൈവരിക്കുന്ന ഒരാളാണ് അങ്ങ് എന്ന് പറയാണ്. ദ്രോണാചാര്യരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൂടാതെ ഭീഷ്മരുണ്ട്, കർണനുണ്ട്, കൃപനുണ്ട്, അശ്വത്ഥാമാവുണ്ട്, വികർണനുണ്ട്, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരും ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വികർണനെ കുറിച്ച് ഇവിടെ എടുത്തു പറയുകയാണ് ദുര്യോധനൻ അല്ലേ. വികർണൻ ആരാണ്? ദുര്യോധനന്റെ സഹോദരനാണ്. മാത്രവുമല്ല ദുര്യോധനന്റെ പക്ഷത്ത് നിന്നിട്ട് പാണ്ഡവരോട് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം പുലർത്തുന്ന ആളാണ് വികർണൻ. അതുകൊണ്ടാണ് വികർണനെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ്രൗപദി വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ദുര്യോധനനും കൂട്ടരും പാണ്ഡവരോട് പല അനീതികളും കാണിച്ച സമയത്തും അവർക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് വികർണൻ. അപ്പോൾ അതുകൊണ്ടാണ് വികർണന്റെ പേര് ഇവിടെ എടുത്തു പറയുന്നത് ദുര്യോധനൻ. അപ്പോൾ യുദ്ധത്തിൽ തോൽവിയില്ലാത്ത ആ വീരന്മാരെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ദ്രോണാചാര്യർക്ക് തൻ്റെ സൈന്യത്തിലെ മഹാരഥന്മാരെ പരിചയപ്പെടുത്തുവാണ് ദുര്യോധനൻ ചെയ്യുന്നത്. ശ്ലോകം 9. അന്യേ ച ബഹവാ ശൂരാ മധർത്തെ തെക്തജീവിതഃ നാനാശസ്ത്രപ്രഹരണഃ സർവേ യുദ്ധവിശാരദഃ. വിവർത്തനം. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണ് അവർ. സ്വന്തം സൈന്യത്തെ നയിക്കാൻ ശേഷിയുള്ള മഹാരഥന്മാരായിട്ടുള്ള യോദ്ധാക്കളെ കുറിച്ചിട്ട് വിശദമാക്കുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. അപ്പോൾ ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും ദുര്യോധനന് വേണ്ടി അല്ലേ ഈ അധർമ്മ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവരും ധൃതരാഷ്ട്രരെ പോലെ അന്ധരായിട്ടാണ് ദുര്യോധനന് വേണ്ടിയിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവര് ദുര്യോധനന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും കൊല്ലപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അല്ലേ, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്നിരുന്നാലും തനിക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ മഹാരഥന്മാർ മൂലം വിജയം കൈവരുമോ എന്ന് ദുര്യോധനൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദ്രോണാചാര്യരോട് പറയുന്നത്. ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേ തേഷാം ബലം ഭീമാഭിരക്ഷിതം. വിവർത്തനം. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. അപ്പോൾ സ്വന്തം സൈന്യബലത്തെ കുറിച്ചിട്ട് നല്ല ധാരണയുള്ള ആളാണ് ദുര്യോധനൻ. അപ്പോൾ പിതാമഹനായിട്ടുള്ള ഭീഷ്മദേവൻ നയിക്കുന്നത് കൊണ്ട് അത് വളരെ സുരക്ഷിതമാണ് എന്ന് പറയാണ്. കാരണം ഭീഷ്മ പിതാമഹൻ യുദ്ധത്തിൽ വളരെ അഗ്രഗണ്യനായിട്ടുള്ള ആളാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം
നായക സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വളരെ ശക്തവും സുരക്ഷിതവുമാണ് തൻ്റെ സൈന്യം എന്ന് ദുര്യോധനൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യത്തെ കുറിച്ചിട്ട് അല്ലെ പുച്ഛമാണ് ദുര്യോധനന്. അവരെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്നാണ് ദുര്യോധനന്റെ അഭിപ്രായം അല്ലെ. പക്ഷേ ഇവർക്ക് ആർക്കുമില്ലാത്തൊരു സവിശേഷതയുണ്ട് പാണ്ഡവ സൈന്യത്തിന്. കാരണം അവിടെ അർജുനനോടൊപ്പം ഭഗവാൻ നിലയുറപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഭഗവാൻ നിലയുറപ്പിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ധർമ്മം, അത് മാത്രമേ ജയിക്കൂ. അപ്പോൾ അതുകൊണ്ട് ദുര്യോധനന് ഉള്ളിലുള്ള ഭയത്തെ ഈ രീതിയിലെല്ലാം മറച്ചു പിടിക്കുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. ഒരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ദുര്യോധനൻ. അപ്പോൾ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യം എണ്ണത്തിൽ വളരെ കുറവാണ് അല്ലേ. കാരണം എന്താണ്, ഭഗവാന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു പോയപ്പോൾ ദുര്യോധനൻ ഏറ്റെടുത്തത് എന്തായിരുന്നു? ഭഗവാന്റെ നാരായണി സേനയായിരുന്നു അല്ലേ. ഭഗവാന്റെ നാരായണി സേന വളരെ വലുതാണ്. അപ്പോൾ അർജുനൻ തിരഞ്ഞെടുത്തത് ഭഗവാനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാണ്ഡവ സൈന്യം എണ്ണത്തിൽ വളരെ കുറവാണ്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ദുര്യോധനൻ. അപ്പോൾ തങ്ങൾക്ക് ജയിക്കാനായിട്ട് ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്ന് കരുതിയിട്ട് ആശ്വസിക്കുകയാണ് ദുര്യോധനൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ തങ്ങളുടെ സൈന്യത്തെ തഴക്കവും അതുപോലെ അത്രമാത്രം പരിചയവുമുള്ള ഭീഷ്മ പിതാമഹന്റെ കൈകളിലാണ് താൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ പതുക്കെ ചുവട് മാറ്റുകയാണ്. കാരണം ഇത്രയും നേരവും ദ്രോണാചാര്യരോടാണ് ദുര്യോധനൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ സൈന്യാധിപനായിട്ടുള്ള തൻ്റെ പിതാമഹന് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുമോ, തന്നോട് ഇഷ്ടക്കുറവുണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ദുര്യോധനൻ ചുവട് മാറ്റുകയാണ്. ശ്ലോകം 11. അയനേഷു ച സർവേഷു യഥാ ഭാഗം അവസ്ഥിതഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്താ സർവ ഏവ ഹി. വിവർത്തനം: സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം എന്ന് ദുര്യോധനൻ പ്രഖ്യാപിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയും നേരം ദ്രോണാചാര്യരോട് താൻ സംഭാഷണം നടത്തിയതിൽ ഭീഷ്മ പിതാമഹൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മറ്റെല്ലാവരും ഭീഷ്മ പിതാമഹനെ പിന്തുണയ്ക്കണം എന്ന് ദുര്യോധനൻ ആവശ്യപ്പെടുന്നത് അല്ലേ. കാരണം ഭീഷ്മ പിതാമഹൻ വയസ്സായ ആളാണ്. അപ്പോൾ അതിലും ചെറിയൊരു സംശയമുണ്ട് ദുര്യോധനന് അല്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന സൈന്യത്തെ അദ്ദേഹത്തിന് തടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയം ദുര്യോധനന് നിലനിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്, ഈ സംശയം നിലനിൽക്കുന്നത് കൊണ്ടാണ് ദുര്യോധനൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത്. എന്നാൽ ഭീഷ്മ പിതാമഹനെ സന്തോഷിപ്പിക്കുകയും വേണം. അപ്പോൾ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞ് താൻ മറ്റുള്ളവരെ അവഗണിക്കുകയാണ് എന്ന് മറ്റുള്ളവർ കരുതാൻ പാടില്ല അല്ലേ. അവരെല്ലാവരും വന്നിരിക്കുന്നത് തന്നെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്കൊരു മുഷിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഭീഷ്മ പിതാമഹനെ പിന്തുണയ്ക്കണമെന്ന് ദുര്യോധനൻ പറയുന്നത്. അപ്പോൾ ദുര്യോധനന് കുരുക്കളുടെ വിജയം അല്ലെങ്കിൽ കൗരവരുടെ വിജയം ഭീഷ്മ പിതാമഹനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ട് എന്ന് ദുര്യോധനന് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം എന്താണ്, അവരുടെ പുത്രവധുവായിട്ടുള്ള അല്ലെ, ഭീഷ്മ പിതാമഹന്റെ പുത്രവധുവായിട്ടുള്ള ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മഹാരഥന്മാരെല്ലാവരും തന്നെ മൗനം പാലിച്ച ആളുകളാണ്. അപ്പോൾ ദ്രൗപദി ഓരോരുത്തരുടെയും അടുത്ത് ചെന്നിട്ട് സഹായത്തിന് കേണപേക്ഷിക്കുമ്പോൾ തല താഴ്ത്തിയിരിക്കുകയാണ് ഇവരെല്ലാവരും ചെയ്തത്. ദ്രോണാചാര്യർ, കൃപാചാര്യർ, ഭീഷ്മ പിതാമഹൻ, അങ്ങനെ എല്ലാവരും ഓരോരുത്തരെയും സമീപിച്ചിട്ട് ദ്രൗപദി സഹായത്തിന് വേണ്ടിയിട്ട് കേണപേക്ഷിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും മൗനം പാലിക്കുകയും ഒരു സഹായഹസ്തവും നീട്ടുകയും ചെയ്യാതിരുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഭഗവാന് ഇത്രയും തൻ്റെ ഭക്തയെ ഇത്രമാത്രം അപമാനിച്ചിട്ടും ഇവരാരും ഒരക്ഷരം പോലും ശബ്ദിക്കാതിരുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അല്ലേ. തൻ്റെ ഭക്ത അല്ലെങ്കിൽ തൻ്റെ ഭക്തൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല. അപ്പം അത് ഭഗവാൻ ഒരിക്കലും പൊറുക്കാനാവാത്തൊരു തെറ്റാണ് കൗരവ സഭയിൽ അന്ന് ദ്രൗപദിക്ക് നേരിട്ടത്. അപ്പോൾ അതിനൊക്കെ പകരം ആയിട്ടാണ് ഈ കുരുക്ഷേത്ര യുദ്ധം ഇപ്പോൾ ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ അന്ന്
തൻ്റെ പുത്രവധുവിന് അപമാനം നേരിട്ടപ്പോൾ മൗനം ഭജിച്ച അല്ലെങ്കിൽ മൗനം പാലിച്ച ഭീഷ്മദേവൻ ഇത്തവണയും തൻ്റെ കൂടെ നിൽക്കുമെന്ന് ദുര്യോധനന് നല്ല ഉറപ്പുണ്ട് അല്ലെ. അധർമ്മം പ്രവർത്തിച്ചപ്പോൾ മൗനം പാലിച്ച ആളുകളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ഇത്തവണയും ഇവർ തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ദുര്യോധനന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ദുര്യോധനൻ ഈ മട്ടിലെല്ലാം ഇവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ചൂതുകളിയിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും അരങ്ങേറും അല്ലെ. കാരണം അധർമ്മമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോഴും ഇവര് മൗനം പാലിക്കുകയും എന്നോട് ഐക്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് ദുര്യോധനന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ദുര്യോധനൻ ഇത്തരത്തിലെല്ലാം സംസാരിക്കുന്നത്. ശ്ലോകം 12. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധാ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചേ ശംഖം ദദ്മൗ പ്രതാപവാൻ. വിവർത്തനം. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശംഖമെടുത്ത് ഊതി. അപ്പോൾ ദുര്യോധനൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെ, ദുര്യോധനന്റെ ഉള്ളിലുള്ള ആ ഭയത്തെ ഭീഷ്മപിതാമഹന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദുര്യോധനന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ശംഖമെടുത്ത് ഊതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭീഷ്മപിതാമഹൻ ശംഖമെടുത്ത് ഊതുന്നത് കേവലം ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അല്ലേ. അതിൻ്റെ പിന്നിൽ വലിയൊരു തത്വമുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണ്? ധർമ്മം ജയിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് ധർമ്മം എന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അപ്പോൾ അദ്ദേഹം ഭഗവാന്റെ മുൻപിൽ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ താൻ ചെയ്യുന്ന ഈ യുദ്ധവും താൻ എടുക്കുന്ന ഈ നിലപാടുകളും എല്ലാം ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അല്ലേ. ഫലത്തിൽ അങ്ങനെ അല്ലെങ്കിലും, കാരണം അധർമ്മത്തിൻ്റെ സ്ഥലത്താണ് അല്ലെങ്കിൽ അധർമ്മത്തിന്റെ ഭാഗത്താണ് ഭീഷ്മപിതാമഹൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും താൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ വിഷ്ണുവിനുള്ള യജ്ഞമാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ താൻ ചെയ്യാൻ പോകുന്ന ഈ യുദ്ധവും താൻ എടുക്കുന്ന നിലപാടുകളുമെല്ലാം വിഷ്ണു പൂജയായിട്ട് അദ്ദേഹം കണക്കാക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ശംഖമെടുത്ത് ഊതുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ എന്തിനാണ് ശംഖം ഊതുന്നത് അല്ലെ? പൂജ തുടങ്ങുന്നതിന് മുമ്പ് ശംഖം ഊതുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ അറിയിക്കുകയാണ് വിഷ്ണു പൂജ തുടങ്ങാൻ പോവുകയാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ശംഖം ഊതുന്നത് അമ്പലങ്ങളിൽ. അപ്പോൾ അതുപോലെ ക്ഷേത്രങ്ങളിൽ ആരാധന തുടങ്ങുന്നതിന് മുൻപ് ശംഖം ഊതുന്നത് പോലെ വിഷ്ണു പൂജ തുടങ്ങാൻ പോവുകയാണ് എന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അറിയിക്കുകയാണ് ഭീഷ്മപിതാമഹൻ തൻ്റെ ശംഖമെടുത്ത് ഊതുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ പൗത്രന്റെ അന്തർഗതം വളരെ നന്നായിട്ട് അറിയാവുന്ന ഭീഷ്മാചാര്യർ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ശംഖമെടുത്ത് ഊതുന്നത്. അപ്പോൾ അങ്ങനെ തൻ്റെ ആ ഒരു പ്രതാപത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ശംഖമെടുത്ത് സിംഹനാദം വിനദ്യോച്ചേ എന്നാ പറയുന്നത് അല്ലേ. സിംഹം ഗർജിക്കുന്നത് പോലെയാണ് അദ്ദേഹം തൻ്റെ ശംഖമെടുത്ത് ഊതുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മഹത്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ വെളിവാക്കി തരുന്നത്. അപ്പോൾ വിഷാദഗ്രസ്തനായിട്ടിരിക്കുന്ന ദുര്യോധനന് ശംഖധ്വനിയിലൂടെ ഭീഷ്മപിതാമഹൻ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അല്ലേ. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് വിജയം എന്ന് പറയാതെ പറയാണ് ഭീഷ്മാചാര്യർ. പക്ഷേ ദുര്യോധനന് അതൊരിക്കലും മനസ്സിലാവാനായിട്ട് പോകുന്നില്ല. അതും അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അപ്പോൾ ഈ യുദ്ധം ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് ഈ യുദ്ധം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കർത്തവ്യം വിഷ്ണു പൂജയായിട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ശംഖമെടുത്ത് ഊതിക്കൊണ്ട് അതൊരു തുടക്കം കുറിക്കുന്നത്. ശ്ലോകം 13. തദാ ശങ്കാശ്ച ഭേരശ്ച പണവാനഗോമുഖഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. വിവർത്തനം. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദമെമ്പാടുമുയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. അപ്പോൾ ഭീഷ്മാചാര്യരുടെ ഈ ശംഖ് വിളിക്ക് തൊട്ട് പിന്നാലെ എല്ലാവരും യുദ്ധകാഹളം മുഴക്കാണ്. അപ്പോൾ ഈ തങ്ങളുടെ കൈവശമുള്ള
ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് അവര് എല്ലാവരെയും അറിയിക്കുകയാണ് യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്ന്. ശ്ലോകം 14. തഥാ ശേതൈർഹയർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദമധു. വിവർത്തനം. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി. അപ്പോൾ കൃഷ്ണാർജുനന്മാരുടെ അടുത്ത് വന്നപ്പോൾ ശംഖങ്ങളൊക്കെ ദിവ്യ ശംഖങ്ങളായി അല്ലേ, കാരണം അത് ഭഗവാനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദിവ്യ ശംഖങ്ങളാണ് അവരുടെ കൈവശം ഇരിക്കുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ പറയാണ്, ഭീഷ്മരുടെയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖങ്ങളെല്ലാം ദിവ്യങ്ങളാണ് അല്ലെ, കാരണം ഭഗവാനാണ് അർജുനന്റെ ഒപ്പം നിൽക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരും തങ്ങളുടെ ശംഖങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഊതാൻ പോവുകയാണ് അല്ലെ. അപ്പോൾ കൃഷ്ണൻ പാണ്ഡവ പക്ഷത്തായതുകൊണ്ട് മറുപക്ഷത്തിന് വിജയ സാധ്യതയില്ലെന്ന് ഈ ദിവ്യ ശംഖത്തിലൂടെ അറിയിക്കുകയാണ് അവര് ചെയ്യുന്നത്. ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദനഃ അല്ലെ, കൃഷ്ണൻ എവിടെയാണോ അവിടെയാണ് വിജയം. ഇപ്പോൾ കൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് അവർ വിജയം നേടും എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ശംഖ് ധ്വനിയിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യദേവതയും വാഴുന്നു അല്ലേ, കാരണം ഭാഗ്യദേവത അല്ലെങ്കിൽ ലക്ഷ്മി ദേവത ഒരിക്കലും പ്രിയതമനെ വിട്ടു പോകാറില്ല. ഭഗവാന്റെ പാദത്തിലാണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം അല്ലേ. അപ്പോൾ ഇതിലൂടെ പ്രഭുപാദൻ നമ്മളോട് പറയാണ് അല്ലേ, സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി പൂജ നടത്തുകയും ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ലക്ഷ്മി ദേവി ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല, ഭഗവാനോടൊത്ത് മാത്രമേ വരൂ. അപ്പോൾ ഭഗവാനെ നാം ആരാധിക്കുകയും വിശ്വസിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഭഗവാൻ നമ്മളോട് കരുണ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ ഒന്ന് നോക്കിയാൽ മതി അല്ലേ, ഭഗവാൻ നമ്മളെ ഒന്ന് എന്താ പറയുക, മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു ചരിഞ്ഞ നോട്ടം എന്നാ പറയുക, ഗ്ലാൻസ് എന്നാ പറയുക. അപ്പോൾ ആ ചരിഞ്ഞ നോട്ടത്തിലൂടെയാണ് ഭൗതിക ലോകത്തിലെ സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നത്. അപ്പൊ അത്രയ്ക്കുമുണ്ട് ഭഗവാന്റെ നോട്ടത്തിന്റെ ഒരു ചരിഞ്ഞ നോട്ടം അല്ലെ, ഗ്ലാൻസ് എന്ന് പറയാ, അതിന്റെ ശക്തി. അപ്പോൾ ഭഗവാൻ നമ്മളെ ഒന്ന് നോക്കിയാലോ അല്ലെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കില്ലേ. അപ്പൊ ഭഗവാനെ ആരാധിച്ചാൽ ലക്ഷ്മി ദേവി താനെ നമ്മുടെ അടുത്തേക്ക് വരും. അല്ലാതെ പ്രത്യേകമായിട്ട് ലക്ഷ്മി ദേവിയെ പൂജിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഐശ്വര്യ ദേവത എവിടേക്കും ഒറ്റയ്ക്ക് സഞ്ചരിക്കില്ല. ഭഗവാന്റെ പാദത്തിലാണ് സദാ ലക്ഷ്മി ദേവിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയും ഉണ്ടാകും. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഐശ്വര്യങ്ങൾ ഇങ്ങനെ അർജുനനെ കാത്തു നിൽക്കുകയാണ് അല്ലേ, അർജുനൻ വിജയം കൈവരിക്കുന്നത് കാണുവാനായിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അർജുനന്റെ ഒപ്പം ഭഗവാനുണ്ട് അല്ലേ, ഐശ്വര്യ ദേവതയുണ്ട്, മറ്റു പല ഘടകങ്ങളും അനുകൂല ഘടകങ്ങളുമുണ്ട് അർജുനന്. അതേക്കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് അർജുനൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ രഥം വളരെയധികം പ്രത്യേകതകളുള്ള രഥമാണ്. അപ്പോൾ ആ രഥത്തിലാണ് ഇരുന്നു കൊണ്ട് കൃഷ്ണാർജുനന്മാർ യുദ്ധം നേരിടാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ദിക്കുകളെയും ഒരുപോലെ കീഴടക്കാൻ പര്യാപ്തമായിട്ടുള്ള രഥമാണ് അർജുനന്റെ കൈവശം ഇരിക്കുന്നത്. അഗ്നിദേവൻ നൽകിയതാണ് അല്ലേ. പണ്ട് അഗ്നിദേവന് ദഹനക്കേട് അനുഭവപ്പെട്ടപ്പോൾ ഖാണ്ഡവ വനത്തിലെ മരുന്നുകൾ ഭക്ഷിച്ചാൽ അല്ലേ തൻ്റെ ദഹന പ്രക്രിയ ശരിയാകുമെന്ന് അഗ്നിദേവന് മനസ്സിലാവുകയും അപ്പം അതിനു വേണ്ടിയിട്ട് കൃഷ്ണാർജുനന്മാരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അർജുനനാണ് അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് അഗ്നിദേവൻ ഈ രഥം അർജുനന് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ 3 ലോകങ്ങളും കീഴടക്കാനായിട്ട് തക്ക പ്രാപ്തിയുള്ള ഒന്നാണ് അർജുനന്റെ രഥം. അപ്പോൾ അതുകൊണ്ട് ആ രഥത്തിലാണ് കൃഷ്ണാർജുനന്മാർ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് അർജുനന് അല്ലേ. പിന്നെ ഏറ്റവും വലിയ അനുകൂല ഘടകം എന്താണ്? ഭഗവാനുണ്ട് അർജുനനോടൊപ്പം. ശ്ലോകം 15. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മോ മഹാശങ്കം ഭീമകർമ്മ വൃകോദരഃ. വിവർത്തനം.
കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖമൂതി അർജുനൻ ദേവദത്തവും ദുഷ്കര കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖം മുഴക്കി. അപ്പോൾ ഇനി കുറച്ച് ശ്ലോകങ്ങളിൽ ഈ ശംഖങ്ങളുടെ പേരുകളാണ് പറയുന്നത്. ഓരോരുത്തരുടെയും ശംഖങ്ങളെ കുറിച്ചിട്ട് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം. അപ്പോൾ ഭഗവാന്റെ ശംഖത്തിൻ്റെ പേരാണ് പാഞ്ചജന്യം അല്ലേ. ഭഗവാൻ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾക്കും പേരുകളുണ്ട്. ഇപ്പോൾ ഭഗവാന്റെ മാറിൽ കിടക്കുന്ന മാല അല്ലേ, വൈജയന്തി മാലയാണ് ഭഗവാൻ അണിയുന്നത്. അതുപോലെ ഭഗവാന്റെ മാറിൽ ഒരു മണിയുണ്ട്, കൗസ്തഭ മണി എന്ന് പറയും. അതുപോലെ ഭഗവാന്റെ തിരുമാറിലെ മറുകിനെ ശ്രീവത്സം എന്ന് പറയും. അങ്ങനെ ഓരോന്നിനും അല്ലെ ഭഗവാന്റെ ശംഖ, ചക്ര, ഗദ, പത്മം ഇവയ്ക്ക് എല്ലാത്തിനും പേരുകളുണ്ട്. അപ്പം അതുപോലെ ഇവിടെ ശംഖത്തിൻ്റെ പേരാണ് പാഞ്ചജന്യം. അപ്പോൾ അർജുനന്റെ ശംഖിൻ്റെ പേരാണ് ദേവദത്തം, ഭീമന്റെ ശംഖിൻ്റെ പേരാണ് പൗണ്ഡ്രം. അപ്പോൾ ഭഗവാൻ ഇവിടെ ഋഷികേശൻ എന്നാണ് ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യുന്നത് സഞ്ജയൻ. ഇപ്പോൾ ഋഷികേശൻ എന്ന ഭഗവാൻ അറിയപ്പെടുന്നത് എന്താണ്? ഋഷികേശൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സർവ ഇന്ദ്രിയങ്ങളുടെയും നാഥൻ എന്നാണ് ഋഷികേശൻ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പോൾ എല്ലാം ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെല്ലാം അതീന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് അല്ലേ. അപ്പോൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ കൂടിയിട്ട് ഭഗവാൻ ഏറ്റെടുത്ത് നയിക്കണമെന്ന് അർജുനൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ ഋഷികേശൻ എന്ന് സംബോധന ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ പല പല പേരുകളെ കുറിച്ചിട്ട് പ്രഭുപാദ ഇവിടെ പറയുന്നുണ്ട്. മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദനൻ എന്ന പേര് ഭഗവാന് കൈവന്നു. ഭഗവാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അല്ലേ അത് വളരെ വിശേഷപ്പെട്ട കാര്യമായിരിക്കും. അതിലൂടെ ഭഗവാന് ഒരു നാമവും കൈവരും അല്ലേ. അപ്പോൾ മധു എന്ന രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദനൻ എന്ന പേര് വന്നു. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം നൽകുകയാൽ ഗോവിന്ദൻ എന്ന പേര് വന്നു. ഇപ്പോൾ വസുദേവപുത്രനായതുകൊണ്ട് വാസുദേവനായി. ദേവകിയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട് ദേവകീ നന്ദനായി. യശോദമയ്യെ വൃന്ദാവന ലീലകൾ കൊണ്ട് ആനന്ദിപ്പിച്ചതുകൊണ്ട് യശോദാനന്ദനായി. സുഹൃത്തായ അർജുനന്റെ തേർ തെളിച്ചതുകൊണ്ട് പാർത്ഥസാരഥിയായി. ഇങ്ങനെ പോകുന്നു തിരുനാമങ്ങൾ അല്ലേ. ഇതിനെല്ലാം പുറമെ വെണ്ണ കട്ട് തിന്നുന്നത് കൊണ്ട് മക്കൻ ചോർ എന്ന പേരുണ്ട് ഭഗവാന്. അതുപോലെ യുദ്ധരംഗത്ത് നിന്ന് ഓടി ഒളിച്ചത് കൊണ്ട്, പലായനം ചെയ്തത് കൊണ്ട് രൺചോർ എന്ന് ഭഗവാന് പേരുണ്ട്. അങ്ങനെ അസംഖ്യം ഐശ്വര്യദേവതയുടെ ഭർത്താവായതുകൊണ്ട് മാധവൻ എന്ന പേരുണ്ട്. അങ്ങനെ ഒരുപാട് അസംഖ്യം നാമങ്ങളുള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ ഇവിടെ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഋഷികേശൻ എന്ന നാമം ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അല്ലെ അശ്വമേധ യജ്ഞം നടത്തുവാനായിട്ട് ആവശ്യമുള്ള ധനം സമാഹരിച്ച് നൽകിയത് അർജുനനാണ്. അതുകൊണ്ടാണ് ധനഞ്ജയൻ എന്ന പേര് അർജുനന് കൈവന്നത് എന്നിവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ വൃഗോദരൻ എന്ന പേര് ഭീമന് ലഭിച്ചത് എങ്ങനെയാണ്? ഈ ഹിഡിംബ വധം ചെയ്തത് ഭീമനാണ് അല്ലേ. അതേപോലെ വൃഗോദരൻ എന്ന പേര് ഭീമന് കൈവന്നത് എന്തുകൊണ്ടാണ്? വൃഗ എന്ന് പറയുന്ന അഗ്നിയാണ് ഭീമന്റെ ഉദരത്തിലുള്ളത്. അതുകൊണ്ടാണ് ഭീമന് ഇത്രയും വിശപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളത് എന്താണ്? ജഠരാഗ്നിയാണ്. അപ്പോൾ ഭീമന്റെ ശരീരത്തിലുള്ളത് വൃഗ എന്ന് പറയുന്ന അഗ്നിയാണ്. അപ്പോൾ വൃഗ എന്ന അഗ്നിയെ ഉദരത്തിൽ പേറുന്നവൻ എന്ന അർത്ഥത്തിലാണ് വൃഗോദരൻ എന്ന പേര് ഭീമന് കൈവന്നത്. അപ്പോൾ ഈ വിശപ്പ് സഹിക്കാൻ ഭീമന് പറ്റാതെ വരുന്നത് ഈ വൃഗ എന്ന് പറയുന്ന അഗ്നിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഈ ശംഖങ്ങളെല്ലാം അതായത് ദേവദത്തവും ധനഞ്ജയവും പൗണ്ഡ്രവും എല്ലാം മുഴക്കുന്നതിലൂടെ തങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ യോദ്ധാക്കൾക്കും ആത്മവിശ്വാസം പകർന്നു നൽകുകയാണ് കൃഷ്ണനും അർജുനനും ചെയ്യുന്നത്. അപ്പോൾ മറുപക്ഷത്താണെങ്കിലോ കൃഷ്ണനുമില്ല, അർജുനനുമില്ല, ഐശ്വര്യദേവതയുമില്ല, ആരുമില്ല അവരുടെ കൂടെ അല്ലേ. മാത്രവുമല്ല അവർ അധർമ്മത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് തോൽവി നിശ്ചയമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ശംഖങ്ങളെല്ലാം മുഴക്കുന്നതിലൂടെ ചെയ്യുന്നത്. ശ്ലോകം 16, 17, 18.
अनन्दविजयं राजा कुन्दीपुत्रो युधिष्ठिरः नकुलसहदेवश्च सुघोषामणिपुष्पकौ काश्यश्च परमेश्वास्वा शिखण्डी च महारथः दृष्टद्युम्नो विराडश्च सात्यकिश्च पराजितः द्रुपदो द्रौपदेयाश्च सर्वश्च पृथिवीपदे सौभद्रश्च महाबाहु शङ्गान् दद्मौ पृथक् पृथक्. വിവർത്തനം. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖൂതി, നകുല സഹദേവന്മാർ സുഘോഷമണി പുഷ്പകങ്ങളും, വില്ലാളി വീരനായ കാശി രാജാവും മഹാരഥനായ ശിഖണ്ഡിയും, ദൃഷ്ടദ്യുമ്നൻ വിരാടൻ തോൽവി പിണയാത്ത സാത്വികി, ദ്രുപദൻ ദ്രൗപദീപുത്രൻ, മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. അപ്പോൾ മറ്റുള്ള ആളുകൾ, മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ തങ്ങളുടെ ശംഖമെടുത്ത് ഊതുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ തൻ്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ധൃതരാഷ്ട്ര രാജാവാണ് ഈ ഭീകരമായ വിപത്തിന് എല്ലാം ഉത്തരവാദി എന്ന് പറയാതെ പറയുകയാണ് ഈ ശംഖനാദങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പാണ്ഡുപുത്രന്മാരെ വഞ്ചിച്ച് തൻ്റെ മക്കളെ രാജസിംഹാസനത്തിൽ വാഴിക്കാനുള്ള ഒരു ഈ ദുഷ്ടമായിട്ടുള്ള ശ്രമം നല്ലതിനല്ല എന്ന് സഞ്ജയൻ നയപൂർവ്വം ധൃതരാഷ്ട്രരെ അറിയിക്കുകയാണ്. ഈ ശംഖുവിളികളെല്ലാം അവിടെ നടക്കുന്നു എന്ന് പറയുന്നതിലൂടെ. ശ്ലോകം 19. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ അഭ്യനുനാദയൻ. വിവർത്തനം. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റുലി കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. അപ്പോൾ ഈ ശംഖനാദങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ഭയം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? തങ്ങൾക്ക് വിജയം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയാണ് അവർക്ക് ഈ ശംഖനാദങ്ങളെല്ലാം മുഴക്കുമ്പോഴുള്ള ശബ്ദം തോന്നിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ദുര്യോധന പക്ഷത്തുള്ള ആളുകൾ ശംഖം ഊതുമ്പോൾ, അല്ലെ, പാണ്ഡവ പക്ഷത്തുള്ള ആളുകളുടെ ഹൃദയം പിളർക്കുന്നു എന്ന് പറയുന്നില്ല, അല്ലെ? കാരണം അവര് ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അവിടെ നിലകൊള്ളുന്നത്. കാരണം അവർക്കറിയാം ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വിജയം അവരുടെ ഭാഗത്താണ് എന്ന് അവർക്ക് നല്ലപോലെ അറിവുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭയം തോന്നാത്തത്, അല്ലേ? മാത്രമല്ല ഭയം പോലും ഭയപ്പെടുന്ന ആളാണ് ഭഗവാൻ എന്നാണ് പറയുന്നത് ശാസ്ത്രത്തിൽ, അല്ലേ? അപ്പോൾ അത്തരം ഭഗവാന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോൾ എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് അവർക്ക് ഭയം തെല്ലും തോന്നാത്തത്. അപ്പോൾ ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല എന്ന് പ്രഭുപാദ പറയാണ്, അല്ലേ? കാരണം ഭഗവാൻ എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും ശാന്തിയും സമാധാനവും എല്ലാം കളിയാടും, അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട് ശാന്തി മന്ത്രം. എന്താണ് ഭഗവാൻ പറയുന്നത്? 5-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ഞാനാണ് ശാന്തിയും സമാധാനവും എല്ലാം. അപ്പോൾ എന്നിലേക്ക് വരുന്നതാണ് ശാന്തി എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അത്രയ്ക്കും ഉറപ്പാണ് എല്ലാവർക്കും ഭഗവാന്റെ കൂടെ നിൽക്കുമ്പോഴുള്ളത്, അല്ലേ? കാരണം ഭഗവാൻ എവിടെയാണോ അവിടെ മാത്രമേ ധർമ്മം ജയിക്കൂ. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ പറയുന്നതാണ് ധർമ്മം, അല്ലേ? ഭഗവാൻ ചെയ്യുന്നതാണ് ധർമ്മം. അപ്പോൾ അത് നല്ലപോലെ അറിവുള്ള ആളുകളാണ് പാണ്ഡവ പക്ഷത്തുള്ളത്. ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, അല്ലെ? യുദ്ധം നടക്കുന്ന സമയത്ത്. അപ്പോൾ ആ വൃക്ഷത്തിലൊരു കിളിക്കൂടുണ്ടായിരുന്നു. അപ്പോൾ കിളികളെല്ലാം ഈ യുദ്ധം നടക്കാനുള്ള സന്നാഹങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ പല വഴിക്ക് പറന്നു പോവുകയാണ്. അപ്പോൾ ഒരു കിളിക്ക് മാത്രം, ഒരു പക്ഷിക്ക് മാത്രം തൻ്റെ കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് പറന്നു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റെല്ലാവരും ഈ കൂട് ഉപേക്ഷിച്ച് പറന്നു പോകാനായിട്ട് ഈ പക്ഷിയെ ഉപദേശിക്കുകയാണ്, അല്ലേ? അവര് പറയാണ്, അല്ലേ, കുട്ടികളൊക്കെ പിന്നെയും ഉണ്ടാകും, നീ ഇവിടെ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഈ പക്ഷിയെ പ്രേരിപ്പിക്കുകയാണ് അവിടെ നിന്ന് പറന്നകലാനായിട്ട്. പക്ഷേ ആ അമ്മ പക്ഷി എന്താണ് പറയുന്നത്? ആ അർജുനന്റെ, അല്ലെ, വില്ലാളി വീരനായ അർജുനന്റെ തേരിൽ ഒരാളിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെയും എൻ്റെ മക്കളെയും രക്ഷിക്കും എന്ന് ഈ കിളി പറയാണ്. അപ്പോൾ അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഈ പക്ഷി പറയുക? അതാണ് ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഒരു ചെറിയ പക്ഷിക്കൂട് സംരക്ഷിക്കാൻ സാധിക്കില്ലേ എന്നാണ് ഈ പക്ഷി ചോദിക്കുന്നത്. അപ്പോൾ ഈ പക്ഷി ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് എവിടേക്കും പോയില്ല, അവിടെ തന്നെ ഇരുന്നു, അല്ലേ? പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യുദ്ധത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിലുമൊക്കെ പല പ്രശ്നങ്ങളിൽ പെട്ടിട്ട് ഈ പക്ഷിക്കൂട് നിലത്ത് വീഴാണ്.
അപ്പോൾ അമ്മ പക്ഷി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ കൂടോടെ താഴെ വീഴാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഇല്ലേ, ആ അമ്മ പക്ഷിയുടെ ചങ്ക് തകരുന്നൊരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ മക്കൾ ഇപ്പോൾ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വേദനയോടെ ആ അമ്മ പക്ഷി നോക്കിയിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം ആ അമ്മ പക്ഷിയെയും കുഞ്ഞുങ്ങളെയും രക്ഷിച്ചു അല്ലേ. അപ്പോൾ അർജുനൻ എവിടേക്കോ അയച്ച ഒരു അമ്പ് ലക്ഷ്യം തെറ്റിയിട്ട്, അർജുനന്റെ അമ്പ് ഒരിക്കലും ലക്ഷ്യം തെറ്റാതെ പോവില്ല, പക്ഷേ അന്ന് ലക്ഷ്യം തെറ്റിയിട്ട് അവിടെ നിന്നിരുന്ന ഒരു ആനയുടെ കഴുത്തിലെ മണി അത് ഭേദിക്കുകയും ആ മണി ആനയുടെ കഴുത്തിലെ മണി അറിഞ്ഞൂടെ, വലിയ മണിയാണ്. അപ്പോൾ ആ മണി അമ്പേറ്റിട്ട് താഴെ വീണ് കൃത്യമായിട്ട് ഈ കിളിക്കൂടിൻ്റെ മുകളിൽ വന്നിങ്ങനെ വീണിരുന്നു. അപ്പോൾ ആനയുടെ മണി വലിപ്പമുള്ളതാണ്, വലിയ ഭാരമുള്ളതാണ് അല്ലേ. അത് അവിടെ കിടന്നാൽ ആരും അന്ന് തട്ടി മാറ്റാനോ നീക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ യുദ്ധം കഴിയുന്നത് വരെ ആ പക്ഷിക്കൂട് ആ ആനയുടെ മണിക്കടിയിൽ ഭദ്രമായിട്ടിരുന്നു. അപ്പോൾ ഇതാണ് വിശ്വാസം അല്ലേ, ഭഗവാനിലുള്ള വിശ്വാസം ഇതാണ്. അപ്പം തന്നെയും തൻ്റെ മക്കളെയും ഭഗവാൻ രക്ഷിക്കുമെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ആ പക്ഷിക്ക്. ആ വിശ്വാസമാണ് ഭഗവാൻ കാത്തു രക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ആ പക്ഷിക്കൂട് ഭഗവാൻ സംരക്ഷിച്ചു. അപ്പോൾ ഏത് മഹാവിപത്തിൻ്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയിട്ടുള്ളവർക്ക് പേടിക്കാനില്ല എന്ന പ്രഭുപാദ ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളും എന്ത് വിപത്തിൻ്റെ നടുവിലും ഭഗവാനെ അല്ലാതെ മറ്റൊന്നിലും അഭയം പ്രാപിക്കരുത്. ഭഗവാൻ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ, എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ ഭൗതിക കാര്യങ്ങൾ, മെറ്റീരിയൽ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിലും അതും എന്നോട് പ്രാർത്ഥിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അത്ര പോലും നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടി പോകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം മറ്റ് ദേവത ആരാധനകളൊക്കെ അവിധിപൂർവകമായിട്ടുള്ള കാര്യങ്ങളാണ്. വിധിപൂർവകമായിട്ടുള്ളത് ഭഗവാന്റെ ആരാധനയാണ്. അപ്പോൾ ഭഗവാനെ നാം അടിയുറച്ച് വിശ്വസിക്കുകയും ഏത് മഹാവിപത്തിലും ഭഗവാൻ എന്നെ കാത്തു രക്ഷിക്കും എന്ന വിശ്വാസത്തോടുകൂടി മുന്നേറിപ്പോയാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ നമുക്ക് ഉത്തരം നൽകും. ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, അത് ഇന്നത് എന്നില്ല, എന്ത് പ്രശ്നങ്ങൾക്കും ഭഗവാന്റെ അടുത്ത് സമാധാനവും ഉത്തരവും എല്ലാം ഉണ്ട്. കാരണം ഭഗവാനാണ് കാരണം അല്ലേ. ഭഗവാൻ അറിയാതെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു പുൽക്കൊടി പോലും ഭഗവാന്റെ അനുമതി ഇല്ലാതെ അനങ്ങുന്നില്ല എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഉത്കണ്ഠകളും ചിന്തകളുമൊക്കെ വച്ചു പുലർത്തിയിട്ട് നമ്മുടെ സമാധാനം നശിപ്പിക്കുന്നത്? അപ്പോൾ ഏത് മഹാവിപത്തിൻ്റെ നടുവിലും ഭഗവാൻ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ആ പക്ഷി വിചാരിച്ചതുപോലെ അല്ലേ, തന്നെ കാത്തുരക്ഷിക്കാൻ ഭഗവാന്റെ കരങ്ങൾ വരും എന്ന് ആ പക്ഷി ഉറച്ചു വിശ്വസിച്ചതുപോലെ നമുക്കും വിശ്വസിക്കാം. പ്രഹ്ലാദ മഹാരാജാവ് വിശ്വസിച്ചതുപോലെ അല്ലേ, മതമിളകിയ ആനയുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തു പ്രഹ്ലാദനെ. ഉയർന്ന പാറക്കെട്ടുകളിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞു, പാമ്പുകളുടെ കൂട്ടത്തിലേക്ക് ഇട്ടു. സ്വന്തം അച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ. വിഷം കൊടുത്തു. എവിടെയും പ്രഹ്ലാദൻ തോറ്റുപോയില്ല. അപ്പോഴെല്ലാം പ്രഹ്ലാദനെ കാത്തുരക്ഷിച്ചത് വിശ്വാസമായിരുന്നു. തൻ്റെ ഭഗവാൻ തന്നെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തോടെയാണ് പ്രഹ്ലാദൻ ഓരോ വിപത്തിൻ്റെ നടുവിലും മുന്നോട്ട് പോയത്. അപ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പ്രശസ്തമായിട്ടുള്ളൊരു പരസ്യവാചകമുണ്ട് അല്ലേ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന്. തീർച്ചയായിട്ടും എല്ലാം ഇരിക്കുന്നത് വിശ്വാസത്തിലാണ് നമ്മുടെ ഭക്തി തുടങ്ങുന്നത്. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി എന്ന് പറയുന്ന 9 കാര്യങ്ങൾ തുടങ്ങുന്നത് ശ്രദ്ധയിൽ നിന്നാണ്. ശ്രദ്ധ എന്നാൽ വിശ്വാസം. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഭക്തി തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിശ്വാസമില്ലാതെ നമ്മൾ ഭക്തി തുടങ്ങിയാൽ അതിന് അധിക കാലം നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നേറി പോവുക. അപ്പോൾ ഈ ഭഗവത്ഗീത പഠനം കൊണ്ട് നമുക്ക് നേടേണ്ടതും അതാണ്. ജീവിത ലക്ഷ്യം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ ഈ ഭഗവത്ഗീത പഠനം കൊണ്ട് പ്രാപ്തമാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള കഴിവും സമയവും സന്ദർഭവും എല്ലാം ഭഗവാൻ തരട്ടെ. ഗുരുവിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ അടുത്ത 20-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.